Hello everyone, welcome to another episode of 365 Days of English. I am Shruti. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു ഹാസ് ഹാവ് എവിടെയൊക്കെ യൂസ് ചെയ്യുക, എന്തിനാ യൂസ് ചെയ്യുക എന്ന് പഠിച്ചു. ഉണ്ട്, നമ്മുടെ കയ്യിലൊരു സാധനം ഉണ്ട് എന്ന് പറയാനാണ് നമ്മൾ ഹാസ് ഹാവ് യൂസ് ചെയ്യുന്നത്. അതിന് വേറെ മീനിങ്സ് ഉണ്ട്, അത് നമ്മൾ വരുന്ന വീഡിയോസിൽ പഠിക്കും. അപ്പം ഉണ്ട് എന്നുള്ള മീനിങ് വരുന്നത് എപ്പോഴാണ്? എൻ്റെ കയ്യിൽ ഒരു പാനയുണ്ട്, എനിക്കൊരു മാരേജ് ഉണ്ട്, ഐ ഹാവ് എ മീറ്റിംഗ്, ഐ ഹാവ് എ മാരേജ്. ഇപ്പം ആരുടെ കൂടിയാണ് ഹാവ്, ആരുടെ കൂടിയാണ് ഹാസ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. സെയിം മീനിങ് ആണ്, ഹാവ് ഹാസ് സെയിം മീനിങ് ആണ്. അപ്പം ഇത് ആരുടെ കൂടിയാണ് ഹാവ്, ഹാസ് ആരുടെ കൂടിയാണെന്നുള്ളത് ഇന്നലത്തെ വീഡിയോ നമ്മൾ പഠിച്ചു. അപ്പം അത് ഞാൻ ഫർദർ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി ഹാഡ്, ഉണ്ടായിരുന്നു, ഉണ്ട് ഹാസ് ഹാവ്, ഉണ്ടായിരുന്നു ഹാഡ്. എനിക്കൊരു കല്യാണം ഉണ്ടായിരുന്നു, ഐ ഹാഡ് എ മാരേജ് യെസ്റ്റർഡേ. അതുപോലെ ഐ ഹാഡ് എ കാർ, എനിക്കൊരു കാർ ഉണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു ഹാഡ്. ഇനി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അതില്ല എന്നെങ്ങനെ പറയുന്നു നോക്കാം. ഇപ്പം നമ്മൾ പഠിച്ചു ഐ ഹാവ് എ പെൻ, എൻ്റെ കയ്യിലൊരു പാനയുണ്ട്. എൻ്റെ കയ്യിലൊരു പാന ഇല്ല എന്ന് പറയാനോ? നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞു, ഇപ്പോൾ ഈസാമാർ ആയാലും ഓസ്വെയർ ആയാലും ഇല്ല, അതല്ല എന്ന് പറയാനായിട്ട് ജസ്റ്റ് ഒരു നോട്ട് അവിടെ ഇട്ട് കൊടുത്താൽ മതി. പക്ഷേ ഈ കേസിൽ അങ്ങനെയല്ല, ഹാവ് നോട്ടല്ല. ഇവിടെ എന്താ പറയേണ്ടതെന്ന് വെച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ല എന്നാണെങ്കിൽ ഐ ഡോണ്ട് ഹാവ്. കുറച്ച് കൺഫ്യൂസിങ് ആണ്. ഐ ഡോണ്ട് ഹാവ് എ പെൻ, ഐ ഹാവ് എ പെൻ, ഐ ഡോണ്ട് ഹാവ് എ പെൻ. ഷീ ഹാസ് എ പെൻ, ഷീ ഡസൻ ഹാവ് എ പെൻ. ഐ ഡോണ്ട് ഹാവ്, ഷീ ഡസൻ ഹാവ്. ഹാഡ് ആണെങ്കിലോ, ഇപ്പോൾ ഹാഡ് എന്ത് വരും? എൻ്റെ കയ്യിലൊരു പേന ഉണ്ടായിരുന്നു, ഐ ഡിഡൻറ്റ് ഹാവ് എ പെൻ. അപ്പം മൂന്നെണ്ണവും മൂന്ന് തരമാണ്, കൺഫ്യൂസിങ് ആണ്, പക്ഷേ പഠിച്ചേ പറ്റൂ. അപ്പം I have a pen, I don't have a pen. She has a pen, she doesn't have a pen. I had a pen, I didn't have a pen. ഹാവും ഹാസും യൂസ് ചെയ്യാൻ നമ്മൾ പറഞ്ഞു. ഇപ്പം ഇത്ര പേരുടെ കൂടെ ഹാവും ഇത്ര പേരുടെ കൂടെ ഹാസും. പക്ഷേ ഹാഡ് എല്ലാവരുടെ കൂടെയും യൂസ് ചെയ്യാം. ഐ ഹാഡ്, യു ഹാഡ്, ദേ ഹാഡ്, വി ഹാഡ്, ടോം ഹാഡ്, എല്ലാവരുടെ കൂടെയും ഹാഡ് യൂസ് ചെയ്യാം. അപ്പം ഒരു എക്സാമ്പിൾ കൂടി പറയാം. ഐ ഹാവ് എ മാരേജ്, ഐ ഡോണ്ട് ഹാവ് എ മാരേജ്. She has a marriage, she doesn't have a marriage. I had a marriage, I didn't have a marriage. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസിറ്റീവ് സെൻറ്റൻസും നെഗറ്റീവും പഠിച്ചു. ഇനി ഹാവിന് പല മീനിങ്സ് ഉണ്ട്. ഇപ്പം ഉണ്ട് എന്നുള്ള മീനിങ് മാത്രമല്ല ഹാവിന് വരുന്നത്. ഹാവിൻ്റെ വേറൊരു മീനിങ് കഴിക്കുക എന്നുള്ളതാണ്, ഭക്ഷണം കഴിക്കുക. ഇപ്പം ഒരാളോട് നമ്മൾ നോർമലി എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ് കഴിച്ചോ, ഹാഡ് ഫുഡ് ചോദിക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ശരിക്കും അത് വരുമ്പം ഹാവ് യു ഹാഡ് ഫുഡ് എന്നാണ് ചോദിക്കുന്നത്. ഹാവ് യു ഹാഡ് ഡിന്നർ, ഹാവ് യു ഹാഡ് യുവർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം എന്താണ് ആൻസർ ആയിട്ട് പറയാം നമ്മൾ? യെസ്, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് 8 AM. ഓക്കെ, ഞാൻ 8 മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഹാഡ്. ക്വസ്റ്റ്യൻ ചോദിക്കുമ്പം ഹാവ് യു ഹാഡ് യുവർ ഡിന്നർ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ചോദിക്കും ഹാഡ് യുവർ ഡിന്നർ, ദാറ്റ്സ് ഫൈൻ. ലൈക്ക് സിമ്പിളായിട്ട് ചോദിക്കാൻ പറ്റുന്നതാണ് ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്. ആ ചോദിക്കുന്ന രീതിയിലാണ് വ്യത്യാസം. ലൈക്ക് ആ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ ടോണിൽ ചോദിക്കും. ലൈക്ക് ഹാഡ് യു ഡിന്നർ, ഹാഡ് യു ബ്രേക്ക്ഫാസ്റ്റ്, ഓക്കെ, ലൈക്ക് ദാറ്റ്. അപ്പം നമ്മൾ ഹാവ്, ഹാസ്, ഹാഡ് പഠിച്ചു. അതിന് നെഗറ്റീവ്സും പഠിച്ചു. പിന്നെ ഹാവിൻ്റെ വേറെ കുറച്ച് മീനിങ്സും പഠിച്ചു. പക്ഷേ ഹാവിന് ഇനിയും ഒരുപാട് മീനിങ്സ് ഉണ്ട്. അപ്പോൾ അത് ഇനി വരുന്ന വീഡിയോസിൽ കാണാം. ബൈ.